ഞാനിന്നുള്ളത് കണ്ണൂർ നാറാത്ത് കേട്ടോ. കണ്ണൂർ നാറാത്ത് ആലിങ്കൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ, അതായത് ആലിങ്കൽ ക്ഷേത്ര റോഡ് ഉള്ളിലേക്ക് 1 കിലോമീറ്റർ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു 8 സെൻറ്റ് സ്ഥലവും വീടും കൊടുക്കാനുണ്ട്. സോ നമ്മുടെ ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. സോ ഈ ഒരു രീതിയിലാണ് അവർ കൊടുക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പം പാർട്ടി ഒരു ചെറിയൊരു സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം കൊണ്ട് കൊടുക്കാൻ വെച്ചിട്ടുള്ളതാണ്. 8 സെൻറ്റ് സ്ഥലവും ഏകദേശം 1300ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു വീടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ, പോക്കറ്റ് റോഡിൽ നിന്ന്, അതായത് ഈ ഒരു റോഡ് ടാർ ചെയ്ത റോഡാണ്, ഇപ്പം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതാണ്. അപ്പം ഈ ഒരു റോഡിൽ നിന്നും ഇതാണ് ഈ ഒരു വീടിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള വീടാണ്. ഏകദേശം 2 വർഷത്തോളമായി ഈ ഒരു വീടിൻ്റെ വർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനിടയിൽ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വന്നേരം കൊടുക്കാൻ വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ഇതാണ് വീടിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ. അപ്പം ഏകദേശം 2 വർഷമായി ഈ ഒരു വീടിൻ്റെ വർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനിടയിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവർ വെച്ചിട്ടുള്ളതാണ്, സ്റ്റോപ്പാക്കി വെച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയ, അതായത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീടിന് 3 ബെഡ്റൂമുകളാണ് വന്നിട്ടുള്ളത്. 8 സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം 1300 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീടിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായും താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നല്ല ബെസ്റ്റ് പ്രൈസിന് ഈ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ലിവിങ് ഏരിയയും എന്ന് പറയുന്നത്. നല്ല സൗകര്യമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ. അപ്പം പണിയും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഇലക്ട്രിക്കൽ വർക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു വീടിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക്, പൈപ്പ് ലൈന് കാര്യങ്ങളൊക്കെ വലിച്ച് വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഹാള് കയറി കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്ക് റൈറ്റ് സൈഡിലേക്ക് കയറുമ്പം അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയുള്ള ഒരു ബെഡ്റൂം ഇവിടെ വന്നിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട്. ഇതാണ് ഈ ഒരു വീടിൻ്റെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. സോറി, അത്ര ക്ലിയർ ആവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ വലിയ ലൈറ്റും കാര്യവും ചെറിയൊരു ഇരുട്ട് പിടിച്ച ഏരിയ ഉണ്ട്. അപ്പം ഇത് ലിവിങ് ഏരിയ. ഇവിടുന്ന് റൈറ്റിൽ ഒരു ബെഡ്റൂം, അവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ വേറൊരു ബെഡ്റൂം. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. അപ്പം നല്ല ബെസ്റ്റ് പ്രൈസിന് ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു കോമൺ ബാത്റൂം വന്നിട്ടുണ്ട്. ഇത് നല്ല സൗകര്യമുണ്ട് കേട്ടോ. കോമൺ ബാത്റൂമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവർ ഇങ്ങനെയുള്ള കൺസെപ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂം കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു ബെഡ്റൂമും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. ടോട്ടൽ 3 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. അപ്പം ഇവിടുന്നും അവർ ഈ ഒരു ബാത്റൂമിലേക്ക് എൻട്രൻസ് കൊടുക്കാൻ വേണ്ടി, അതായത് ഇവിടെയും ഒരു ഡോറ് വെക്കാനുള്ള രൂപത്തിൽ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നല്ല ബെസ്റ്റ് പ്രൈസിന് ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പം ഒരു ബെഡ്റൂം, ഇത് ബാത്റൂം കോമൺ ആയിട്ട് ഒരു ബെഡ്റൂമിനും അതുപോലെ തന്നെ സെൻട്രൽ ഹാളിൽ നിന്നുള്ള എൻട്രൻസ് ആയിട്ട് യൂസ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് കൂടി ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ആ ഒരു ബാത്റൂമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഓപ്ഷൻ പറഞ്ഞു എന്ന് മാത്രം. സോ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീടിൻ്റെ നല്ല വലിയ ഹാളാണ്. അതുപോലെ തന്നെ ആ ഒരു ലിവിങ് ഏരിയയും വലിയ രൂപത്തിലുള്ള, അതായത് നല്ല സൗകര്യത്തോടു കൂടിയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഡൈനിങ് ഹാളാണ് കേട്ടോ. ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പൂർണ്ണമായും നിങ്ങൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഈ ഒരു രൂപത്തിലാണ് അവർ കൊടുക്കാൻ വെച്ചിട്ടുള്ളത്. സോ നമ്മളിപ്പം വന്നിരിക്കുന്നത് വർക്ക് ഏരിയയിലാണ്. വർക്ക് ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഇവിടെ ഒരു നോർമൽ അടുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നോർമൽ അടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുകയില്ലാത്ത അടുപ്പും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. മുകളിലായിട്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കേണ്ട തട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊരു അട്ടം കൂടി ഒരു വീടിന് വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു ബാത്റൂമും കൂടി ഈ ഒരു വീടിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഈ ഒരു വീടിൻ്റെ വർക്ക് ഏരിയ കേട്ടോ. അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. സോ നമ്മുടെ ഈ ഒരു വീടിൻ്റെ
വർക്ക് ഏരിയക്ക് പുറത്ത് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ അതിര് എന്ന് പറയുന്നത്. ചുറ്റുപാടുള്ള അതിര് നോക്കുകയാണെങ്കിൽ 8 സെൻറ്റ് സ്ഥലമാണ്, ഏകദേശം 1300 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. അപ്പം ഈ ഒരു വീടിൻ്റെ അതിര് നോക്കുകയാണെങ്കിൽ ഇതാണ് അതിര്. കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ള അറിയില്ല. കാണുന്ന മതിൽ കേട്ടോ. ഓക്കെ, അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നല്ല ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റും. അപ്പം ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കാട്ടാമ്പള്ളിയാണ്, അതായത് കണ്ണൂർ നാറാത്താണ്. കണ്ണൂർ നാറാത്ത് ആലിങ്കൽ ജംഗ്ഷനിൽ നിന്നും ആലിങ്കൽ ക്ഷേത്ര റോഡ് വന്നു കഴിഞ്ഞാൽ എക്സാക്റ്റ് 1 കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് എത്താൻ പറ്റും. എക്സാക്റ്റ് 1 കിലോമീറ്റർ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സ്പോട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പം ഇതാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പം അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയുള്ള ഒരു 3 ബെഡ്റൂമും ഹാളുമായിട്ട് മുകളിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നല്ല ആംബിയൻസും അതുപോലെ തന്നെ അതായത് കുറേ തെങ്ങിൻ തോപ്പും അടുത്തടുത്തായിട്ട് കവുങ്ങിൻ തോട്ടമെല്ലാം ഉള്ള ഒരു ഏരിയ ആണ്. നല്ല സൈലൻ്റ് ഏരിയ കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഏരിയയും കൂടിയാണ്. അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നല്ല വർക്കാണ് കേട്ടോ. ഈ ഒരു വീട് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. നല്ല ബോക്സ് ടൈപ്പ് വീടാണ്. നല്ല അടിപൊളി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 3 ബെഡ്റൂമാണ്, ഹാളും അതുപോലെ തന്നെ വർക്ക് ഏരിയ കിച്ചൺ എല്ലാം വരുന്ന ഒരു വീടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ അതിര് നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പോക്കറ്റ് റോഡ് താറിട്ട റോഡാണ്, ഇപ്പം പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്നതാണ്. അപ്പം ഇവിടുത്തെ ഈ ഒരു വീടിൻ്റെ അതിര് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു മുറ്റാണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. ഇതാണ് അതിര് എന്ന് പറയുന്നത്. അപ്പം ഇത് കാണാൻ പറ്റും, ഇവിടെ ഇലക്ട്രിസിറ്റി കണക്ഷനും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ബാക്കി നിങ്ങൾ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയുള്ള മുറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 2 കവുങ്ങും ഒരു തെങ്ങും ഒക്കെ ഈ ഒരു വീടിന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലെന്നുള്ള അറിയില്ല. അതാണ് അതിര് എന്ന് പറയുന്നത്. പഴയ ഒരു അതിര് അവിടെ കിടക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ നല്ല അടിപൊളിയായിട്ട് പിന്നെ എന്താ പറയുക അതിരും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് നല്ല അടിപൊളിയാക്കാം. ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിയുന്ന ടൈമിൽ നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ. മാഷാ അല്ലാ, നല്ല ബോക്സ് ടൈപ്പിലുള്ള വീടാണ്. അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഈ ഒരു വീടിൻ്റെ അതിര് എന്ന് പറയുന്നത്. ഇതാണോ, ഇവിടുന്ന് അങ്ങനെ പോവും. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. 8 സെൻറ്റ് സ്ഥലമാണ്, ഏകദേശം 1300 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. പിന്നെ നമ്മുടെ ഈ ഒരു വീട് എടുക്കുന്നവർക്കുള്ള അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തൊട്ടടുത്ത് പള്ളി, അമ്പലം എല്ലാം തന്നെ തൊട്ടടുത്ത്, അതായത് ഒരു 200-300 മീറ്ററിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലായിട്ട് പള്ളി, അമ്പലം എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ സ്കൂളുകൾ നോക്കുവാണെങ്കിൽ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് സ്കൂളും, പിന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നോക്കുവാണെങ്കിൽ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട്, അതായത് കാട്ടാമ്പള്ളി ഏരിയയിൽ ഹോസ്പിറ്റലും സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീടിൻ്റെ വാട്ടർ ഫെസിലിറ്റീസ് ഒന്നും തന്നെ ഇപ്പം നിലവിലില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിണർ കാര്യങ്ങളൊക്കെ കുഴിക്കേണ്ട നല്ല സൗകര്യത്തോടു കൂടിയുള്ള മുറ്റമുണ്ട്. അപ്പം കിണർ ഈ ഒരു ഭാഗത്ത് കിണറിൻ്റെ ആയെന്ന് പറയുന്നത് ഏകദേശം 10 കോലിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു ഏരിയയിൽ കിണറിൻ്റെ ആയെന്ന് പറയുന്നത്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയ ആണ്. വെള്ളത്തിനൊന്നും ഒരു ക്ഷാമവും ഇല്ലാത്ത ഏരിയയും കൂടിയാണ്. അവസാനമായിട്ട് നമ്മുടെ ഈ ഒരു വീടിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്, അതായത് 8 സെൻറ്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 2 വർഷം മാത്രം പഴക്കമുള്ള 1300 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ ഒരു നില വീട്, 3 ബെഡ്റൂമോട് കൂടിയ ഈ ഒരു നില വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 28 ലക്ഷം രൂപയാണ് കേട്ടോ. അപ്പം തീർച്ചയായും താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബാക്കി ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥലങ്ങളോ വീടുകളോ ഇതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പബ്ലിസിറ്റി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. സെക്കൻഡ് വീഡിയോകളോ പ്ലോട്ടുകളോ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലുമായി കോൺടാക്ട് ചെയ്യാം.